അവൻ്റെ ആ നോട്ടത്തിൻ്റെ തീഷ്ണത താങ്ങാനാവാതെ അവൾ പ്ലേറ്റ് അവിടെ തന്നെ വെച്ച് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അവൾ പോകുന്നത് അവൻ അങ്ങനെ തന്നെ നോക്കി നിന്നു. അവൾ ഈ വീട്ടിൽ വന്നിട്ടിപ്പോൾ 4 മാസമായി. അവൾ തൻ്റെ പഠന ഡിസ്റ്റൻസായി പൂർത്തിയാക്കുകയാണ്. അതിനുള്ള ചിലവുകളുടെ ഉത്തരവാദിത്തമെല്ലാം വിക്രം സ്വയം ഏറ്റെടുത്തതായിരുന്നു. അവൾ മനസ്സ് നിറഞ്ഞ് അവനോട് നന്ദി പറഞ്ഞു. ഇപ്പോൾ അവളോടുള്ള അവൻ്റെ പെരുമാറ്റത്തിലും വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഏതെങ്കിലും തരത്തിൽ തന്നെ കുറ്റം കണ്ടുപിടിക്കാൻ ഒരവസരവും കൊടുക്കാതെ അവൾ തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം വളരെ ഭംഗിയായി നോക്കി നടത്തുന്നുണ്ട്. അമ്മമ്മക്ക് അവളോട് വലിയ ഇഷ്ടം തോന്നിയിരുന്നു. അവർ പലപ്പോഴും തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ അവനിയുമായി പങ്കുവെക്കാറുണ്ടായിരുന്നു. അവനിക്കും അമ്മമ്മയെ കാണുമ്പോൾ മരിച്ചുപോയ സ്വന്തം അമ്മൂമ്മയെ ഓർമ്മ വരുമായിരുന്നു. എൻ്റെ വിക്രം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് മോളെ. അതുകൊണ്ടാണ് അവൻ ഇത്രയും കഠിനഹൃദയനായി പോയത്. അമ്മമ്മയുടെ നാവിൽ നിന്ന് വിക്രമത്തിൻ്റെ പേര് കേട്ടതും തുണികൾ മടക്കി വെച്ചുകൊണ്ടിരുന്ന അവനിയുടെ കൈകൾ പെട്ടെന്ന് നിശ്ചലമായി. അതെന്താ അമ്മമ്മേ അങ്ങനെ പറഞ്ഞത്? അവൾ അത്ഭുതത്തോടെ നോക്കി. ഞാൻ പിന്നെ എന്ത് പറയാനാ മോളെ. വിക്രം വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ് അവൻ്റെ അമ്മ ഡിവോഴ്സ് വാങ്ങി അവന് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു പോയത്. അവനെ ഉപേക്ഷിച്ച് എന്നേക്കുമായി അവർ പോയി. അതിനുശേഷം അവൻ എൻ്റെ മടിയിലേക്കാണ് വന്നത്. ഞാനാണ് അവനെ വളർത്തി വലുതാക്കിയത്. പക്ഷേ ചുറ്റുമുള്ള ആളുകൾ അവൻ്റെ മനസ്സിൽ വിഷം നിറച്ചു. വരുന്നവരും പോകുന്നവരുമെല്ലാം അവൻ്റെ അമ്മയെക്കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുമായിരുന്നു. അതവനെ ഒരുപാട് വേദനിപ്പിച്ചു. അതിനു പിന്നാലെ അവൻ്റെ അച്ഛൻ 2ാം കല്യാണം കഴിച്ചതോടെ അവൻ മാനസികമായി തകർന്നു പോയി. അതോടെ അവൻ എല്ലാവരിൽ നിന്നും ഒരുപാട് ദൂരേക്ക് മാറിപ്പോയി. സ്ത്രീകളെന്ന് പറഞ്ഞാൽ തന്നെ അവന് ഉറപ്പായിരുന്നു. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങിയ ശേഷം അവൻ മറ്റെല്ലാവരുമായി ബന്ധങ്ങളും അവസാനിപ്പിച്ചു. എന്നോട് മാത്രമാണ് അവൻ കുറച്ചു നേരമെങ്കിലും വന്നിരുന്ന് സംസാരിക്കാറുള്ളത്. ബാക്കി ആരെയും അവൻ തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാറില്ല. അമ്മമ്മ ഇത് പറയുന്നത് കേട്ടപ്പോൾ അവനിക്ക് എന്തോ സങ്കടം വന്നു. കഠിനഹൃദയനായ മനുഷ്യൻ്റെ ക്രൂരതയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ വേദന എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളുടെ മനസ്സലിഞ്ഞു. ഇപ്പോൾ അവൾക്ക് അവൻ്റെ 2 തരത്തിലുള്ള സ്വഭാവത്തിനുള്ള കാരണം വ്യക്തമായി മനസ്സിലായി. ഹലോ അമ്മമ്മ, സുഖമാണോ? പെട്ടെന്ന് അവൻ വന്നിടേക്ക് വന്നത്. 2 പേരുടെയും കണ്ണുകൾ തമ്മിലടഞ്ഞു. അവനുടെ മനസ്സിൽ എന്തോ ഒരു പരിഭ്രമം തുടങ്ങി. അവൻ്റെ ആ കഠിനമായ സ്വഭാവത്തെയും അവൻ തൻ്റെ മനസ്സിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. അപ്പുറത്ത് വിക്രമവർമ്മയുടെ അവസ്ഥയും സമാനമായിരുന്നു. നിഷ്കളങ്കമായ മനസ്സുള്ള ആ പെൺകുട്ടിയെ അവൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ ചുണ്ടകൾക്കൊന്നും തുറന്നു പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവന് സ്വയം നിയന്ത്രിച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് നിന്നു. വിക്രമിൻ്റെ കണ്ണുകൾ അവൾ പോകുന്നത് വരെ അവളെ തന്നെ പിന്തുടർന്നുണ്ടായിരുന്നു. അവൾ തൻ്റെ മുറിയിലേക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്നാണ് വരുൺ കാറിൽ വന്നിറങ്ങുന്നത് കണ്ടത്. അവൻ വിക്രമിനോട് എന്തോ സംസാരിക്കാൻ വന്നതായിരുന്നു. അവന് തൻ്റെ മുഖം ഒളിപ്പിച്ച് അവൻ്റെ കണ്ണുകളിൽ പെടാതെ രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവൻ അവളെ കണ്ടു കളഞ്ഞു. അവൻ ഉറക്കെ വിളിച്ചത് അവളുടെ നെഞ്ചിടിപ്പ് നിലച്ചതുപോയതോ തോന്നി. ഇപ്പോൾ വിക്രം എന്നെ എന്ത് ചെയ്യുമോ എന്ന് അവൾ ഓർത്ത് ഭയന്നു. കാരണം വരുൺ അവളെ വിക്രമിൻ്റെ വീട്ടിൽ വെച്ചാണല്ലോ കണ്ടത്. നീ ഇവിടെ എന്ത് ചെയ്യുന്നത്? അവൻ വളരെ അത്ഭുതത്തോടെ ചോദിച്ചു. അത് സാറ് വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അവൾ പതറിക്കൊണ്ട് പറഞ്ഞു. താൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വരുണിനോട് എങ്ങനെ വിശദീകരിക്കണമെന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ നീ പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? നീ അകത്തേക്ക് വാ, അവൻ ആകാന്തം വിട്ടു പറഞ്ഞു. അവന് എന്തൊക്കെ വിചിത്രമായ തോന്നി തുടങ്ങിയിരുന്നു. അത് അവിടെയുള്ള ചേച്ചിയെ വിളിക്കാൻ പോവുകയാണ്, സാർ പറഞ്ഞിട്ടാണ്. അവൾക്ക് പറയാൻ പറ്റുന്ന കള്ളങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി തട്ടിവിട്ടു. വരുൺ അവളെ സംശയത്തോടെ നോക്കി. അവൾ തന്നിൽ നിന്ന് എന്തോ ഒളിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവന് മനസ്സിലായി. എന്നോട് സത്യം പറയണം, കള്ളം പറയരുത്. ഇത്തവണ വരുണിൻ്റെ ശബ്ദം കുറച്ച് കനത്തിരുന്നു. അവൾ ആകെ പേടിച്ചുപോയി. അപ്പോഴാണ് അകത്തു നിന്ന് വിക്രം വരുന്നത് കണ്ടത്. ആ അവസരം മുതലാക്കി അവന് വേഗം അവിടെ നിന്ന് വലിഞ്ഞു. എന്തൊക്കെയുണ്ടടാ? വിക്രം വളരെ ആവശ്യത്തോടെ ചോദിച്ചു. സുഖം തന്നെ, വരുൺ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവനിയുടെ കളി അവന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് വിക്രമിനോട് നേരിട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് അവൻ കരുതി. അവന് നിന്റെ വീട്ടിൽ എന്താ ചെയ്യുന്നത്? വരുണിൻ്റെ ഭാഗത്തു നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം വന്നപ്പോൾ വിക്രം ചെറുതായിട്ടൊന്ന് പതറി. അത് ഞാൻ അവളെ ഓഫീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ട് ഇവിടെ ജോലിക്ക് നിർത്തിയതാ. ഒരുപാട് കള്ളം പറയുന്നതിനേക്കാൾ സത്യം പറയുന്നതാണ് നല്ലതെന്ന് അവൻ കരുതി. വിക്രമിൻ്റെ മറുപടി കേട്ട് വരുൺ ആകെ ഞെട്ടിപ്പോയി. നിനക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി? ഓഫീസിലെ ജോലിയിൽ നിന്ന് മാറ്റി അവളെ വീട്ടിലെ വേലക്കാരിയാക്കി വെച്ചോ? ഇത് അവളോട് കാണിച്ച ദയവാണോ അതോ ശിക്ഷയോ?
ഇതിലൂടെ അവളുടെ ആത്മാഭിമാനത്തിന് എത്ര മുറിവെട്ടുണ്ടാകുമെന്ന് നിനക്കറിയാമോ? അവൻ ദേഷ്യത്തോടെ ഒന്നിനു പുറകെ ഒന്നായി ചോദിച്ചു കൊണ്ടേയിരുന്നു. വിക്രമിന് പെട്ടെന്ന് വലിയ അപമാനം തോന്നി. ഡാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ദേഷ്യം വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. പക്ഷെ എന്നെ വിശ്വസിക്കാൻ, അവൾക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവൾ അമ്മമ്മയെ നോക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെയുള്ളത്. അവളെക്കൊണ്ട് ഞങ്ങൾ വേറെ ജോലികളൊന്നും ചെയ്യക്കാറില്ല. അവൻ തനിക്ക് പറയാനുള്ള ന്യായീകരണങ്ങൾ നിരത്തി. എന്തൊക്കെയായാലും ആത്മാഭിമാനത്തേക്കാൾ വലുതായി ഒന്നുമില്ല. ഒരുപാടൊന്നും വേണ്ട. അവൾ ഇവിടുത്തെ ജോലിക്കാർ താമസിക്കുന്ന റൂമിലാണ് താമസിക്കുന്നതെന്നറിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൾ ഇവിടെ ഒരു വേലക്കാരിയാണെന്ന് തന്നെയല്ലേ? എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ദേഷ്യം വന്നാൽ നീ മറ്റൊരാളുടെ ആത്മാഭിമാനത്തെ എത്രത്തോളം ചവിട്ടിമെതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവൻ അത്ഭുതത്തോടെ ഇത്രയും പറഞ്ഞിട്ട് താൻ സംസാരിക്കാൻ വന്ന കാര്യം പോലും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വിക്രം മനസ്സിലെ ഭാരം കൂടി വന്നു. രാത്രിയുടെ അവസാന പ്രഹരമായിരുന്നു അത്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തളർന്നു പോയി. പക്ഷെ ഉറക്കം മാത്രം വന്നതേയില്ല. കടുത്ത സ്വസ്ഥതയോടെ അവൻ കട്ടിൽ വന്നിരുന്നു. അവനൊട്ടും മനസ്സിന് സമാധാനമുണ്ടായിരുന്നില്ല. ചെവികളിൽ വരുണിൻ്റെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അവൻ എഴുന്നേറ്റ് കസേരയിലിരുന്നു. ആലോചനകൾ അവനെ ചുറ്റിവരിഞ്ഞു. അവൻ്റെ ചിന്തകൾ മുഴുവൻ അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞു. ചുറ്റും നോക്കുമ്പോൾ അവളെ മാത്രമാണ് കാണുന്നത്. അവൾ അവൻ്റെ കഠിനമായ മനസ്സിനെ മെഴുകുപോലെ അലിയിച്ചു കളഞ്ഞു. അവൻ പതിയെ പതിയെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വേദനയുടെ കണ്ണുകൾ അടച്ചു. അവൻ്റെ അസ്വസ്ഥത കൂടിക്കൂടി വന്നു. താൻ ചെയ്ത ക്രൂരമായ കാര്യങ്ങളെല്ലാം അവൻ ഓർമ്മ വന്നുകൊണ്ടിരുന്നു. താൻ അവരെ അമ്മയും അച്ഛനും ചെയ്ത തെറ്റുകൾക്ക് വേറെയുള്ളവരെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? അവരുടെ ഭാഗത്തൊരു തെറ്റുമില്ലല്ലോ. അവൻ തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയി. പക്ഷേ ഒറ്റപ്പെടൽ ഇപ്പോൾ ആത്മാവിൻ്റെ ശ്വാസം മുട്ടിക്കുകയാണ്. അവൻ്റെ ആത്മാവിനൊരു മുക്തി വേണം. തന്നെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു കൂട്ട് വേണം. കഷ്ണങ്ങളായി ചിതറിപ്പോയ തൻ്റെ ജീവിതത്തെ ഒന്നിച്ചു ചേർക്കുന്ന ഒരു കൂട്ട് വേണം. പക്ഷെ ആരാണ് അങ്ങനെയുള്ളത്? അവൻ ആലോചിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ അവൻ്റെ ചിന്തകൾ അവനയുടെ അടുത്തെത്തി നിന്നു. അവളുടെ നിഷ്കളങ്കമായ മുഖം അവൻ്റെ കൺമുന്നിൽ മിന്നിമറഞ്ഞു. അവളെ താൻ എത്രമാത്രം വേദനിപ്പിച്ചത്. ചെറിയൊരു തെറ്റിന് അവളുടെ ആത്മാഭിമാനത്തെ അവൻ ചവിട്ടി മെതിച്ചു. തെറ്റ് മനസ്സിലാക്കിയപ്പോഴേക്കും അവൻ കസേരയിലേക്ക് തല ചായ്ച്ചു പോയി. അവൻ്റെ ഉള്ളിൽ ഇപ്പോൾ സങ്കടങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്നേഹം എന്നൊരു പേജ് ഒരു പക്ഷേ അവൻ്റെ ജീവിത പുസ്തകത്തിൽ തന്നെ ഇല്ലെന്ന് തോന്നുന്നു. വെറുപ്പും അവഗണനയും മാത്രമാണ് അവിടെയുള്ളത്. മനസ്സ് സങ്കടം കൊണ്ട് നിറഞ്ഞപ്പോൾ അവൻ ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അറിയാതെ തന്നെ അവൻ്റെ കാലടികൾ അവനയുടെ മുറിയിലേക്ക് നേരെയാണ് പോയത്. സമയം രാത്രി 2 മണിയാകുന്നു. പക്ഷെ അവൻ അതൊന്നും വകവെച്ചില്ല. അവൾക്ക് താൻ നൽകിയ ശിക്ഷയിൽ നിന്ന് അവളെ മോചിപ്പിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. ആ ശിക്ഷ അവൻ്റെ മനസ്സിന് സമാധാനവും കളഞ്ഞില്ലേ? തന്നെയുമല്ല, അവളെ ശിക്ഷിക്കാൻ ഞാൻ ആരാണ്? അവളും തന്നെ പോലെയുള്ളൊരു മനുഷ്യൻ തന്നെയല്ലേ? അവൻ്റെ കാലടികൾ അവനിയുടെ മുറിക്ക് മുന്നിൽ ചെന്നു നിന്നു. അവൻ കൈനീട്ടി വാതിലിൽ മുട്ടി. ഏതാനും നിമിഷങ്ങൾക്കകം വാതിൽ തുറക്കപ്പെട്ടു. സർ, നിങ്ങളാണോ ഈ സമയത്ത്? എന്താ ഇവിടെ? വിക്രം അവിടേക്ക് വന്നത് കണ്ട് അവൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. അവൻ ഈ ഭാഗത്തേക്ക് വരുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. അതെ, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ അകത്തേക്ക് വന്നോട്ടെ? അവൻ അനുവാദം ചോദിച്ചു. ആ, വരൂ സാർ. അവൾ ഒതുങ്ങി മാറി നിന്നു. വിക്രം തളർന്ന ചുവടുകളോടെ അകത്തേക്ക് വന്ന് സോഫയിലിരുന്നു. അവൾ വാതിൽ ചാരി അവൻ്റെ നേരെ തിരിഞ്ഞു. അവിനി, നീ നിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചോളൂ. ഞാൻ നിനക്ക് നൽകിയ ശിക്ഷ റദ്ദാക്കുകയാണ്. നാളെ രാവിലെ ഡ്രൈവർ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടും. അവൻ്റെ വാക്കുകൾ അത് കേട്ടതും അവനെ ആകെ ഞെട്ടിപ്പോയി. അവൾ അവിടെ തന്നെ തരിച്ചു നിന്നു. വിക്രം അവളേക്കാൾ ഒരുപാട് തളർന്നതുപോലെ കാണപ്പെട്ടു. അവൻ്റെ മുഖത്ത് എപ്പോഴുമുള്ള ആ ഗാംഭീര്യം എവിടെയും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാ സാർ ഈ പറയുന്നത്? അവൾ വളരെ പ്രയാസപ്പെട്ട് ചോദിച്ചു. ഞാൻ സത്യമാണ് പറയുന്നത് അവിനി. എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് വളരെ ക്രൂരമായാണ് പെരുമാറിയത്. എൻ്റെ അഹങ്കാരത്തിന് വേണ്ടി നിന്റെ ആത്മാഭിമാനത്തെ ഞാൻ ചവിട്ടി മെതിച്ചു. ഇല്ല സാർ, നിങ്ങളെന്തായി കാണിക്കുന്നത്? നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം കാലത്തിൻ്റെ കളികൾ മാത്രമാണ്. അവൾ അവൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അങ്ങനെ തകർന്നു പോയത് കണ്ടപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. ഞാൻ വളരെ മോശക്കാരനായ ഒരു മനുഷ്യനാണ് അവനെ. എത്രയോ പേരെ ഞാൻ വേദനിപ്പിച്ചു. അവൻ്റെ തൊണ്ടയിടറി. അവൻ ഏതാണ്ട് കരയുന്ന അവസ്ഥയിലായിരുന്നു. ഒരുപാട് പേരെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട്. വിഷമം കൊണ്ട് അവൻ്റെ തൊണ്ടയിടറുന്നുണ്ടായിരുന്നു.
കണ്ടാൽ ഇപ്പോൾ കരയുമെന്ന മട്ടിൽ അവൻ അതേപടി തറഞ്ഞു നിന്നു. വിക്രമിന്റെ കണ്ണിൽ നിന്ന് ഒരൊറ്റത്തുള്ളി കണ്ണീർ അവളുടെ കൈകളിലേക്ക് ഇറ്റി വീണു. നിങ്ങൾ മോശം മനുഷ്യനല്ല സാർ, ഒരിക്കലുമല്ല. നിങ്ങൾ വളരെ നല്ല ഒരാളാണ്. അവനെയും ആർക്കു വേണ്ടിയും എന്തും ചെയ്യാൻ മടിക്കാത്തയാൾ, വികാരധീനയായി അവൾ പറഞ്ഞു തീർത്തു. അവൻ തലയുയർത്തി അവളെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ തന്നെ അവളുടെ മനസ്സിലിരിപ്പ് അവൻ തിരിച്ചറിഞ്ഞു. ആയിരിക്കാം, പക്ഷേ സത്യം അതല്ല. അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു വേദനയുണ്ടായിരുന്നു. അല്ല സാർ, അതാണ് സത്യം. നിങ്ങൾ ശരിക്കും ഒരുപാട് നല്ലവനാണ്. എൻ്റെ വാക്ക് വിശ്വസിക്കൂ. അല്ലെങ്കിലും ഒരു അപരിചിതയായ പെൺകുട്ടിയെ ഈ 5 മാസമായി നിങ്ങൾ നോക്കുന്നത് പോലെ ഇത്രയും ബഹുമാനത്തോടെ മറ്റാരാണ് നോക്കുക? അവൾ പൂർണ്ണ വിശ്വാസത്തോടെ പറഞ്ഞു. നിന്റെ മനസ്സ് വളരെ വലുതാണ് അവനെ. അതുകൊണ്ടാണ് നിനക്ക് എന്നിൽ നന്മ മാത്രം കാണാൻ കഴിയുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ വളരെ കഠിനഹൃദയനായ, ഒട്ടും ദയയില്ലാത്തൊരു മനുഷ്യനാണ്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് നീ എന്നെപ്പോലെ ഒരു കഠിനഹൃദയനെ സ്നേഹിക്കുന്നത്? അവൻ്റെ ആ ചോദ്യം കേട്ട് അവൾ ആദ്യമൊന്ന് ഞെട്ടി. എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമാണ്. ആദ്യമൊക്കെ നിങ്ങളോട് നല്ല ദേഷ്യം തോന്നിയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. പിന്നെ സ്നേഹം ചോദിച്ചു വാങ്ങുന്ന എന്നല്ലല്ലോ സാർ. അവൾ ഒടുവിൽ തൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു. ഞാൻ നിന്റെ സ്നേഹത്തിന് അർഹനല്ല അവനെ. അവനൊരു ദീർഘശ്വാസം എടുത്ത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിന്നോട് വലിയ സ്ഥാനം തന്നെയുണ്ട്. നിങ്ങൾ ഏത് രീതിയിലാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒടുവിൽ തൻ്റെ വാക്കുകൾക്കിടയിലൂടെ അവൾ ആ ചോദ്യം ചോദിച്ചു കളഞ്ഞു. അവളുടെ ചോദിച്ചതിന് മുന്നിൽ അവൻ കണ്ണുകൾ അടച്ചു. തൻ്റെ ഹൃദയവും അവളെ തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്ന് അവളോട് എങ്ങനെ പറയും? പറയൂ സാർ, എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അവൻ്റെ ഒറ്റപ്പെടലിൽ നിന്ന് അവനെ പുറത്തെറിച്ച് പ്രണയത്തിൻ്റെ വയലൂടെ കൂടെ കൂട്ടണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. അവനും തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഇല്ലെങ്കിൽ ഈ രാത്രി സമയത്ത് വെറുമൊരു പശ്ചാത്താപം മാത്രമല്ല, പ്രണയം കൂടിയാണ് അവനെ ഇവിടേക്ക് എത്തിച്ചത്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവനെ. അവൻ കണ്ണുകളടച്ച് ഒരു പ്രത്യേക ആകുലതയോടെ പറഞ്ഞു. വിക്രമവർമ്മ കണ്ണുകൾ തുറന്ന് അവളുടെ തിളങ്ങുന്ന മുഖത്തേക്ക് നോക്കി. അവൻ തൻ്റെ കൈകൾ നീട്ടി. അവന് പുഞ്ചിരിയോടെ ആ കൈകളിൽ പിടിച്ചു. രണ്ടുപേരും നിറഞ്ഞ കണ്ണുകളോടെ പരസ്പരം നോക്കി ചിരിച്ചു. അതിനുശേഷം എല്ലാം ഒരു മായാജാലം പോലെയാണ് സംഭവിച്ചത്. വീട്ടുകാരും അവരുടെ പ്രണയം അംഗീകരിച്ചതോടെ ഒടുവിൽ അവർ ഒന്നായി. വരുണും മേഘനയും അവരെ അഭിനന്ദിക്കാൻ എത്തിയിരുന്നു. അവരും വളരെ സന്തോഷത്തിലായിരുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവരുടെ വിവാഹം നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ അവന് ഒരുങ്ങി വിക്രമിൻ്റെ മുറിയിൽ വന്നിരിക്കുകയാണ്. അവളുടെ ഹൃദയം വളരെ വേഗത്തിൽ ഇടുകയാണ്. അപ്പോഴാണ് വാതിൽ തുറന്ന് വിക്രം അകത്തേക്ക് വന്നത്. അവളൊന്ന് നാണിച്ചൊതുങ്ങിക്കൂടി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. എങ്ങനെയുണ്ട്? അവൻ അവളുടെ ചെവിക്കരികിലേക്ക് വന്ന് ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ ചോദിച്ചു. കുഴപ്പമില്ല, അവൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ മറുപടി നൽകി. അവളിലെ ചിരിയിലെ ഭംഗി വിക്രമിൻ്റെ ഉള്ളിൽ ഒരു പരിഭ്രമം സൃഷ്ടിച്ചു. അവൻ മുന്നോട്ട് വന്ന് അവളുടെ കഴുത്തിൽ ഒരു ഡയമണ്ട് മാല അണിയിച്ചു. വിക്രം സ്നേഹത്തോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവൾ കണ്ണുകൾ അടച്ച് അവൻ്റെ ആ ചുംബനം സ്വീകരിച്ചു. അവൻ അവളുടെ കഴുത്തിന് പിന്നിലൂടെ കൈകൾ ചേർത്ത് അവളെ ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ചു. അവൾ പെട്ടെന്ന് അവനിൽ നിന്നും മാറി കുറച്ചപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്നു. എന്താടി പെണ്ണെ, നിനക്കിത്ര നാണോ? അവൻ അവളെ തിരിച്ചു നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളെ ഒന്നുകൂടി ചേർത്ത് നിർത്തി അവളുടെ മുഖത്തോടടുപ്പിച്ചു. അവളുടെ ചുണ്ടുകളെ തൻ്റെ അധീനതയിലാക്കി. അവർ പരസ്പരം പ്രണയത്തിൽ ലയിച്ചു ചേർന്നു. ആ നിമിഷത്തെ പൂർണ്ണമായി അനുഭവിച്ചറിഞ്ഞു. വിക്രം പതിയെ അവളുടെ കാതോരം ചേർന്ന് മന്ത്രിച്ചു. നീ മാത്രമാണ് ഇപ്പോൾ എൻ്റെ പ്രണയം. ആ വാക്കുകൾ കേട്ടതും അവളുടെ മനസ്സ് സന്തോഷത്താൽ തുടിച്ചു. അവൾ അവൻ്റെ കൈവലയത്തിനുള്ളിലേക്ക് ഒതുങ്ങിക്കൂടി. അവരുടെ സുന്ദരമായ ഒത്തുചേരലിൻ്റെ സന്തോഷത്തിൽ ആ രാത്രിയും പുഞ്ചിരിയോടെ വളരെ ശാന്തമായി കടന്നുപോയി.